അക്കൗണ്ടൻസി ഓണം എക്സാമിൽ ചാപ്റ്റർ 1 നിന്ന് വിട്ടുപോകാതെ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതാണ്? ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. എടാ, ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ വിട്ടുപോകാതെ പഠിക്കണം, അത് ചാപ്റ്റർ 1 ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സർ, ഏതൊക്കെയാണ് ആ ടോപ്പിക്സ്? എടാ നോക്കിക്കോ, ആദ്യം നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റുകളും പിന്നെ ആ റൂൾസും. ഏത് റൂൾസ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ, അല്ലേ, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇത് ചെയ്യണം, പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഇത് ചെയ്യണം, അങ്ങനെയുള്ള സാധനമില്ലേ, അത് വിട്ടുപോകരുത്. എന്തായാലും അത് വെച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നത്. എടാ, ആകെ ചോദിക്കാൻ കുറച്ച് ചോദ്യം ഓണപരീക്ഷയ്ക്കുള്ളൂ, അപ്പൊ ഇതെന്തായാലും ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം, അല്ലേ? അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നതും അതുപോലെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നതും ചോദിക്കാം. ഇനി ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ എന്ന സാധനം ഉണ്ടല്ലോ, അതൊന്നും നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ. അപ്പൊ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഏതാ സാറേ അത്? ആ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും ആ തിയറി പോർഷനും നിങ്ങൾ വിട്ടുപോകാതെ പഠിക്കണം. ഓക്കെ, ആൻഡ് ഇനി അതിന്റെ ജേണൽ എൻട്രീസും കൂടി പഠിച്ചു വെക്കുകയാണെങ്കിൽ നന്നാണ്. ഓക്കെ, അതായത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിയും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും നമ്മൾ അക്കൗണ്ട് വരയ്ക്കാൻ നമുക്കറിയാം, പക്ഷെ അതിന്റെ ജേണൽ എൻട്രി അറിയില്ലെങ്കിൽ ആ ജേണൽ എൻട്രിയും കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഓക്കെ, വേറെ ഒന്നും കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിലും ഈ രണ്ടെണ്ണം ഇത് വൃത്തിക്ക് എങ്ങനെ ഓരോ കേസ് വന്നാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കണ്ടുപിടിക്കാനാകും, അത് മനസ്സിലാക്കി വെക്കണം, അറിഞ്ഞിരിക്കണം. ആൻഡ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ്, പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, ചിലപ്പോൾ ചോദിച്ചേക്കാം. ലാസ്റ്റ് മുൻ വർഷങ്ങളിലെ എക്സാംസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന 4 ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. സാർ, ഇതാ ചാപ്റ്ററിൽ ഭൂരിഭാഗം ടോപ്പിക്സ് ഉണ്ടല്ലോ. എടാ, ഭൂരിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരി വലിച്ച ടെക്സ്റ്റിൽ എന്താ എല്ലാം പഠിച്ച് നമുക്ക് സമയം കളയാൻ എക്സാമിന് തലേ ദിവസം പറ്റില്ല. അതുകൊണ്ട് തന്നെ തലേ ദിവസങ്ങളിൽ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട പോർഷൻസ് ആണിത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. സാർ, എങ്ങനെ പഠിക്കും? ഓഫ് കോഴ്സ്, അക്കൗണ്ടൻസി എക്സാമിന്റെ തലേ ദിവസമൊക്കെ ആയിട്ട് ഞങ്ങളുടെ ലൈവ് ഉണ്ട്, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ലൈവിൽ പങ്കെടുക്കുക. നമ്മൾ അവിടെ സെറ്റായി പഠിക്കും. തൽക്കാലത്തേക്ക് നിങ്ങൾ വേഗം പോയി പഠിച്ചോ. ബൈ.